തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരി, നിനക്ക് വന്ദനം. സാബത്ത് ദിവസം ഗോതമ്പ് വയലിലൂടെ നടന്നു പോകുന്ന യേശുവിൻ്റെ ശിഷ്യന്മാർ കതിരുകൾ പറിച്ച് തിരുമ്മി തിന്നുന്നതിനെക്കുറിച്ച് പരാതി പറയുന്നതായിട്ട് സുവിശേഷത്തിൽ നമ്മൾ വായിക്കും. തൻ്റെ പിതാവായ ദാവീദ് കാഴ്ചയപ്പം എടുത്ത് ഭക്ഷിച്ചതിനെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ ന്യായീകരിക്കുന്നുണ്ട്. പുരോഹിതന്മാർക്ക് മാത്രം ഭക്ഷിക്കാവുന്ന കാഴ്ചയപ്പം ഭക്ഷിച്ച തൻ്റെ പിതാവായ ദാവീദ് ചെയ്തതിനെ ഉദ്ധരിച്ചുകൊണ്ട് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ ന്യായീകരിക്കും. തൻ്റെ കൂടെ നടക്കുന്ന മനുഷ്യരെ ന്യായീകരിക്കുന്ന ഒരു ദൈവത്തെയാണ് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് വെളിപ്പെടുത്തുക. ക്രിസ്തുവിനോടൊപ്പം നടന്ന ശിഷ്യന്മാർ അവൻ്റെ സുഹൃത്തുക്കളായി തീർന്നു. അവൻ്റെ സുഹൃത്തുക്കളെ എല്ലാറ്റിൽ നിന്നും സംരക്ഷിച്ച് അവരെ ന്യായീകരിക്കുന്ന ഒരു ദൈവമായിട്ടാണ് ക്രിസ്തുവിനെ നമ്മൾ കാണുക. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കും, ആദവും ഹവയും പാപം ചെയ്തതിന് ശേഷം ദൈവത്തിൻ്റെ മുഖത്തിൽ നിന്നും മറഞ്ഞിരിക്കുന്നതായിട്ട്. സായാഹ്നമാകുമ്പോൾ ദൈവം ഉലാത്താൻ ഇറങ്ങുമ്പോൾ ആദത്തിനെ ഇങ്ങനെ വിളിച്ചിട്ട് ചോദിക്കും, ആദം നീ എവിടെയാണ്? ആദം താൻ പാപം ചെയ്തുവെന്ന് അറിഞ്ഞിട്ട് ദൈവത്തോട് പറയും, ഞാൻ ഒളിച്ചിരിക്കുകയാണെന്ന്. വളരെ സുന്ദരമായ ഏറ്റവും നല്ല മുഹൂർത്തങ്ങളിൽ ഒന്നാണിത്. ദൈവം സായാഹ്നത്തിൽ നടക്കാനിറങ്ങുമ്പോൾ മനുഷ്യനെ തന്നോടൊപ്പം നടക്കാൻ വിളിക്കുന്നു. ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യന് കൊടുക്കേണ്ടിയിരുന്നത് ശിക്ഷയാണെങ്കിലും വിശുദ്ധ ഗ്രന്ഥം രേഖപ്പെടുത്തുക അവർക്ക് ലഭിക്കുന്ന വാഗ്ദാനത്തെക്കുറിച്ച് കൂടിയാണ്. ഭൂമിയിലെ ആദ്യത്തെ കൊലപാതകം ചെയ്ത കായൻ തൻ്റെ പാപത്തെ ഓർത്തിട്ട് കരയുന്ന നിമിഷത്തിൽ കായൻ്റെ നെറ്റിത്തടത്തിൽ അടയാളമിടുന്ന ദൈവം ഞാൻ നിനക്ക് കൂട്ടുകാരനാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സുവിശേഷത്തിൽ യേശു പറയുന്ന ഏറ്റവും മനോഹരമായ കഥ ധൂർത്തപുത്രൻ്റേതാണ്. അതിൽ തിരിച്ചു വരുന്ന മകനെ മോതിരമണിയിച്ച് തൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്ന പിതാവിനെക്കുറിച്ച് നമ്മൾ വായിക്കും. ദൈവം ഏറ്റവും നല്ല സുഹൃത്താണ്. പാപികളുടെ ഏറ്റവും നല്ല സുഹൃത്തെന്ന് മറ്റുള്ളവർ വിശേഷിപ്പിക്കുമ്പോഴും ക്രിസ്തു തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞു വയ്ക്കുന്നത് എങ്ങനെയാണ്? ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാണ്. എല്ലാ കുറവുകളെയും ഒരേപോലെ സ്വീകരിക്കാൻ കഴിയുന്ന, എല്ലാ കുറവുകൾക്കും ഉപരിയായിട്ട് ഏറെ നന്മ നിന്നിലേക്ക് ചൊരിയാൻ കഴിയുന്ന ഏറ്റവും നല്ല സുഹൃത്താണ് ദൈവം. ഉൽപ്പത്തി മുതൽ ക്രിസ്തുവിൻ്റെ ജീവിതം വരെ നമ്മോട് പറഞ്ഞു വെക്കുന്നതും ഇതുതന്നെയാണ്. ബൈബിളിൻ്റെ അവസാനത്തിൽ വെളിപാട് പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കും, ഇതാ ഞാൻ നിൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ വന്ന് മുട്ടി വിളിക്കുന്നു, ആരെങ്കിലും തുറന്നു തന്നാൽ ഞാൻ നിന്നോടൊപ്പം ഭക്ഷിക്കുമെന്ന്. ദൈവം ഏറ്റവും നല്ല കൂട്ടുകാരനാണ്, ഏറ്റവും നല്ല വിരുന്നുകാരനാണ്. എങ്കിൽ ദൈവത്തോടൊപ്പം ഭക്ഷിക്കുന്നവൻ, ദൈവത്തോടൊപ്പം സഞ്ചരിക്കുന്നവൻ, ദൈവത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവൻ ദൈവത്തിൻ്റെ ഏറ്റവും നല്ല ന്യായീകരണം കൊണ്ട് മനുഷ്യരുടെ മുമ്പിൽ പോലും ഉന്നതനായിത്തീരും. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ.